ഇനി നമുക്ക് നോക്കാനുള്ളത് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടുകളുടെ അഡ്വാൻറ്റേജുകളും ഡിസഡ്വാൻറ്റേജുകളുമാണ്. അതായത് നമ്മൾ സാധാരണ ഒരു ഡിസ്ക്രീറ്റ് ആയിട്ട് വരുന്ന ഒരു സർക്യൂട്ട്, സാധാരണ കമ്പോണൻറ്റുകൾ ട്രാൻസിസ്റ്ററുകൾ പ്ലസ് അതുപോലെ തന്നെ കമ്പോണൻസ് ഒക്കെ വെച്ചിട്ട് ബിൽഡ് ചെയ്യുന്ന ഒരു ഡിസ്ക്രീറ്റ് സർക്യൂട്ടും ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ അഡ്വാൻറ്റേജുകൾ എന്താണ്, ഡിസഡ്വാൻറ്റേജുകൾ എന്താണെന്നുള്ളത് നോക്കാം. അതായത് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടുകളുടെ അഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ എന്താണ്, ഓൾ ഇൻ എ സിംഗിൾ ചിപ്പ്. നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ കമ്പോണൻറ്റുകളും ഒരൊറ്റ സിംഗിൾ ചിപ്പിലായിട്ട് ഒതുങ്ങി നിൽക്കുന്നുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ രണ്ടാമതായിട്ട് പറയുന്നത് റിക്വയർ ലെസ് സ്പേസ് ഡ്യൂ ടു സ്മോളർ സൈസ്. അതായത് ചെറിയ സൈസ് ആയത് കാരണം തന്നെ അതിന് കുറച്ച് സ്ഥലം മാത്രം ഉപയോഗത്തിനായിട്ട് വേണ്ടുന്നുള്ളൂ. അതുപോലെ തന്നെ ചീപ്പർ ഡ്യൂ ടു മാസ് മാനുഫാക്ചർ. അതായത് ICൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ തുച്ഛമായിട്ട് വരുന്ന കോസ്റ്റാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ IC ഉണ്ടാക്കുന്നത് വളരെ ലാർജ് എമൗണ്ടിലുള്ള, അതായത് ഒരുപാട് എണ്ണം ICകളാണ് ഒരു IC കൺസ്ട്രക്ഷൻ യൂണിറ്റിനകത്ത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും ലാർജ് എമൗണ്ട് IC ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഒരു സിംഗിൾ ICൻ്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അതായത് ചീപ്പറാണ്, ഏറ്റവും തുച്ഛമായിട്ടുള്ള ആയിരിക്കും. പിന്നെ മോർ റിലയബിൾ ഡ്യൂ ടു സ്പെസിഫിക് കൺസ്ട്രക്ഷൻ. അതായത് ഒരു ഉപയോഗത്തിന് വേണ്ടിയിട്ടാണ് ഒരു IC നമ്മൾ നിർമ്മിക്കപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇക്കാരണത്താൽ IC ഭയങ്കര റിലയബിളാണ്. നമ്മൾക്ക് ആവശ്യമുള്ള ജോലിക്ക് മാത്രം വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, IC നമ്മൾ നിർമ്മിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ വിശ്വാസം അർപ്പിക്കുക എന്നുള്ളത് വളരെ അത് നമ്മൾ ഉപയോഗിക്കുന്ന, അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ജോലിക്ക് ആപ്റ്റായിട്ട് തന്നെ വരും. പിന്നെ അടുത്തതായിട്ട് പറയുന്നത് ഈസി ഫോർ സർവീസിങ് ആൻഡ് റിപ്പയർ. അതായത് IC ഡാമേജുകൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ IC തന്നെ റീപ്ലേസ് ചെയ്യാണ് പതിവ്. ഇപ്പോൾ നമ്മളൊരു സർക്യൂട്ടിനകത്താണ് ഡിഫക്റ്റ് എന്ന് വെച്ചാൽ ആ സർക്യൂട്ടിലെ കാര്യങ്ങൾ നമ്മൾ കറക്റ്റ് ഓരോ കമ്പോണൻറ്റുകളും ഏതാണ് ഡിഫക്റ്റ് ആയിട്ടുള്ളത് എന്നുള്ളത് ചെക്ക് ചെയ്ത് അങ്ങനെ അത് കണ്ടെത്തുകയാണ് ചെയ്യുക. അപ്പോൾ പക്ഷേ ICക്ക് എന്തെങ്കിലും ഡിഫക്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മളൊരു സർക്യൂട്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്താണ്, നമുക്ക് ഓരോ കമ്പോണൻറ്റ് വൈസ് ചെക്കിംഗ് ഒന്നും നമുക്ക് ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്താൽ മതി, ആ ഒരു IC മാത്രം റീപ്ലേസ് ചെയ്താൽ മതി. പിന്നെ ICൻ്റെ കോസ്റ്റും വളരെ കുറവായതുകൊണ്ട് തന്നെ ഇതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാവുന്നില്ല. പിന്നെ ഇനി ഡിസ്ക്രീറ്റ് സർക്യൂട്ടുകളുടെ അഡ്വാൻറ്റേജുകൾ നോക്കാം. അതായത് ഓൾ ആർ സെപ്പറേറ്റ് ഡിസ്ക്രീറ്റ് കമ്പോണൻറ്റ്. അതായത് എല്ലാ കമ്പോണൻറ്റുകളും വെവ്വേറെ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അതായത് വേറെ തന്നെയാണ് കാണുന്നതെന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ അവർക്ക് കൂടുതൽ സ്ഥലം ആവശ്യമുണ്ട്. റിക്വയർ മോർ സ്പേസ്. കോസ്റ്റ്ലിയർ ഡ്യൂ ടു ഇൻഡിവിജ്വൽ കമ്പോണൻറ്റ്. ഓരോ കമ്പോണൻറ്റുകൾക്കും വില മാറുന്നതിനനുസരിച്ച് എന്താണ്, അത് കുറച്ച് കോസ്റ്റുള്ള ഒരു കമ്പോണൻറ്റ്. അതായത് ഡിസ്ക്രീറ്റ് സർക്യൂട്ടുകൾ നിർമ്മിക്കുക എന്നുള്ളത് കുറച്ച് കോസ്റ്റ് വരുന്ന കാര്യമാണ്. പിന്നെ അടുത്തതായിട്ട് പറയുന്നത് ലെസ് റിലയബിളാണ്. അതായത് റിലയബിൾ അല്ല. അതായത് ഓരോ കമ്പോണൻറ്റുകളും നമ്മൾ വിശ്വസിക്കണം എന്ന് കഴിഞ്ഞാൽ മാത്രമേ ഒരു സർക്യൂട്ട് പൂർണ്ണമായിട്ട് ഓക്കെ ആണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഏതെങ്കിലും ഒരു കമ്പോണൻറ്റിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ ഒരു മാൽഫങ്ഷൻ കാരണം തന്നെ ആ ഒരു സർക്യൂട്ട് മൊത്തമായിട്ട് പോകാനായിട്ട് ചാൻസ് ഉണ്ട്. പിന്നെ സർവീസിങ്ങിൻ്റെ സമയത്തും റിപ്പയറിങ്ങിൻ്റെ സമയത്തും വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഓരോ കമ്പോണൻറ്റുകൾ വൈസ് ചെക്ക് ചെയ്ത് എന്ത് ചെയ്യണം, ഇതിലുള്ള ഫോൾട്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ആ കാര്യം പറയുകയാണെങ്കിൽ അത് ഡിഫിക്കൽട്ടാണ്. സർവീസിങ് എന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ടാണ്. ഇപ്പോൾ ശരിക്കും ഈ ഹെഡിങ് എഴുതിയിട്ടുള്ള ഒരു തെറ്റായ രീതിയാണ്. നമ്മളിപ്പോൾ ഈ എഴുതിയിരിക്കുന്നത് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടിൻ്റെ അഡ്വാൻറ്റേജസ് എന്നാണ് ഉദ്ദേശിക്കേണ്ടത്. അപ്പോൾ ആ അഡ്വാൻറ്റേജസും അത് ഡിസ്ക്രീറ്റ് സർക്യൂട്ട് ആവുന്ന സമയത്ത് എങ്ങനെയാണ് മാറുന്നത് എന്നുള്ളത്. ഇനി ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടിൻ്റെ ഡിസഡ്വാൻറ്റേജുകൾ നമുക്ക് നോക്കാം. ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടിൻ്റെ ഡിസഡ്വാൻറ്റേജുകൾ പറയുന്നത് IC മാനുഫാക്ചർഡ് ഫോർ സ്പെസിഫിക് ആപ്ലിക്കേഷൻ ഹാവിങ് സ്പെസിഫിക് സർക്യൂട്ട്. അതായത് ഒരു ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് എന്താണ്, ഒരു സ്പെസിഫിക് IC ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സ്പെസിഫിക് സർക്യൂട്ടാണുള്ളത്. പക്ഷേ ഡിസ്ക്രീറ്റ് സർക്യൂട്ട് ആവുന്ന സമയത്ത് നമുക്ക് ആ ഒരു ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്താൻ പറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി,
ആ സർക്യൂട്ടിൽ തന്നെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ ചിലപ്പം അത് റെഡി ആവുന്നുണ്ടാവും. പക്ഷെ മാറ്റങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നതിലും കുറച്ചും കൂടെ വ്യത്യസ്തമായ രീതിയിൽ ഔട്ട്പുട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ, പക്ഷെ ഐ സി ആവുന്ന സമയത്ത് ഈ ഐ സി ഈ പണി മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് റീപ്ലേസ് ചെയ്യേണ്ടി വരും. അതായത് സ്പെഷ്യൽ ഫോർ വൺ ആപ്ലിക്കേഷൻ എന്നുള്ള ലെവലിലാണ് ഒരു ഐ സി ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് പിന്നെ എന്തെങ്കിലും ഒരു മാറ്റം ചെയ്യാനായിട്ട് ഈ ഐ സിക്ക് പറ്റാതാവും. പിന്നെ ഇഫ് എനി പാർട്ട് ഓഫ് ദി ഐ സി ഈസ് ഡിഫക്റ്റീവ് ദ എൻറ്റയർ ഐ സി ഈസ് റീപ്ലേസ്ഡ്. അപ്പോൾ ഇനിയിപ്പോൾ ഐ സിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് ഡിഫക്റ്റീവ് ആയത് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ഐ സി കംപ്ലീറ്റ് ആയിട്ട് തന്നെ മാറ്റണം. പക്ഷെ അത് ചിലവില്ലാത്ത കാര്യമാണ്. പക്ഷെ നമ്മളൊരു കമ്പോണൻറ്റിന് ഡിഫക്റ്റ് കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞ് ഡിഫക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ആ ഡിഫക്റ്റീവ് കമ്പോണൻറ്റ് മാത്രം റീപ്ലേസ് ചെയ്യുകയും ബാക്കി സർക്യൂട്ട് സെയിം ആയിട്ട് നിൽക്കുന്നതും പോലെയല്ല നമ്മളൊരു ഐ സിൻ്റെ ഒരു പാർട്ട് എന്താവുന്ന പോലെ ഡിഫക്റ്റ് ആവുന്നത് പോലെ പറയുന്നു. അപ്പോൾ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടിൻ്റെ അഡ്വാൻറ്റേജുകളും ഡിസഡ്വാൻറ്റേജുകളും ഏത് സർക്യൂട്ടിനെ അപേക്ഷിച്ച് ഡിസ്ക്രീറ്റ് സർക്യൂട്ടിനെ അപേക്ഷിച്ച് അതാണ് ഈ ഒരു സെക്ഷനിൽ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അഡ്വാൻറ്റേജുകളാണ് കൂടുതലെങ്കിലും ചെറിയ ചെറിയ ഡിസഡ്വാൻറ്റേജുകൾ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടിനും വരുന്നുണ്ട്. ഇനി അടുത്തത് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് ആസ് എ വോൾട്ടേജ് റെഗുലേറ്റർ. ഒരു വോൾട്ടേജ് റെഗുലേറ്റർ ആയിട്ട് എങ്ങനെ ഒരു ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതിൽ വോൾട്ടേജ് റെഗുലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ളൊരു വോൾട്ടേജ് ഔട്ട്പുട്ടിൽ തരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ഒരു വോൾട്ടേജ് റെഗുലേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ സീരീസ് വോൾട്ടേജ് റെഗുലേറ്റർ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സീരീസ് വോൾട്ടേജ് റെഗുലേറ്റർ ഇനിയിപ്പോൾ ഐ സിയിലാണ് പറയുന്നതെങ്കിൽ നമ്മൾ 2 തരം വോൾട്ടേജ് റെഗുലേറ്ററുകളെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഈ 2 തരം വോൾട്ടേജ് റെഗുലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഫിക്സഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് റെഗുലേറ്ററും അതുപോലെ തന്നെ അതിൻ്റെ അടുത്തത് അഡ്ജസ്റ്റബിൾ ഔട്ട്പുട്ട് വോൾട്ടേജ് റെഗുലേറ്ററും. അതായത് ഈ റെഗുലേറ്ററുകൾക്കായിട്ട് സ്പെഷ്യൽ ഐ സി ആണ് വരുന്നത്. അല്ലാണ്ട് നമ്മൾ എന്ത് പറയുന്നില്ല, ഇതിൻ്റെ സർക്യൂട്ടോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. ഒരു ഐ സി ചിപ്പ് നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള റെഗുലേറ്റഡ് വോൾട്ടേജ് നമുക്ക് കിട്ടും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു 5 വോൾട്ടിൻ്റെ റെഗുലേറ്റഡ് വോൾട്ടേജ് അല്ലെങ്കിൽ 5 വോൾട്ടിൻ്റെ റെഗുലേറ്റഡ് സപ്ലൈ നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിനായിട്ട് ഒരു ഫിക്സഡ് ഐ സി ആണ് ഉണ്ടാവുക. ആ ഐ സി നമ്മൾ സർക്യൂട്ടിൽ ഫിക്സ് ചെയ്യും. ഐ സിക്ക് വേണ്ടിയിട്ടുള്ള ഇൻപുട്ട് വോൾട്ടേജ് അതുപോലെ തന്നെ ഡി സി വോൾട്ടേജ് സപ്ലൈ ഒക്കെ നമുക്ക് സപ്ലൈ ചെയ്യാം. അതിൽ ഒരു ഐ സിക്കകത്ത് ഒരു ഔട്ട്പുട്ട് പോയിൻ്റ് ഉണ്ടാവും. ആ ഔട്ട്പുട്ട് പോയിന്റിൽ നമുക്ക് കൃത്യമായിട്ട് 5 വോൾട്ട് കിട്ടും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ വേറെ റെസിസ്റ്ററുകൾ അല്ലെങ്കിൽ കപ്പാസിറ്ററുകൾ എക്സ്ട്രാ ഫിൽറ്റർ സെക്ഷൻ അങ്ങനത്തെ ഒരു കാര്യങ്ങളും നമുക്ക് ഇതിൽ കൂടുതലായിട്ട് എന്ത് ചെയ്യേണ്ടതില്ല, ചേർക്കേണ്ടതില്ല. ചില ഐ സികളിൽ നമ്മൾ ചേർക്കേണ്ടി വരും. അതായത് അതിനനുസരിച്ചുള്ള കപ്പാസിറ്ററുകൾ ചിലപ്പം അതിൽ ഫിക്സ് ആയിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്ക് അനുസരിച്ചുള്ള രീതിയിൽ ഔട്ട്പുട്ടിൽ നമുക്ക് ആവശ്യമുള്ള രീതിയിലുള്ള കപ്പാസിറ്റർ ഫിൽറ്ററിങ് സെക്ഷൻ കൊടുക്കേണ്ടി വരും. അപ്പോൾ വോൾട്ടേജ് റെഗുലേറ്റർ എന്ന് പറയുന്നത് ഫിക്സഡ് വോൾട്ടേജ് റെഗുലേറ്റർ ഐ സികളും അതുപോലെ തന്നെ അഡ്ജസ്റ്റബിൾ ഔട്ട്പുട്ട് വോൾട്ടേജ് റെഗുലേറ്റർ ഐ സികളുമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ ഫിക്സഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് റെഗുലേറ്റർ ഐ സികൾ എന്താണ്? ലേറ്റസ്റ്റ് ജനറേഷൻ ഓഫ് ഫിക്സഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് റെഗുലേറ്റർ ഐ സീസ് ഹാവ് ഓൺലി 3 പിൻസ്. 3 പിന്ന് വരുന്ന തരത്തിലാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള വോൾട്ടേജ് റെഗുലേറ്റേഴ്സ് ഉള്ളത്. അതായത് അവരുടെ ഡിസൈൻ അല്ല, അവരുടെ മാനുഫാക്ചർ അങ്ങനെയാണെന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ 3 പിന്നെന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? അതായത് ഒരു ഇൻപുട്ട് ഉണ്ടായിരിക്കും, ഒരു പവർ സപ്ലൈ ഉണ്ടായിരിക്കും, ഔട്ട്പുട്ട് അതിനനുസരിച്ച് ഒരു പോയിന്റിൽ നമ്മൾ എടുക്കും. ആ ഒരു രീതിയിലാണ് വരുന്നത്. പിന്നെ ദേ ആർ ഡിസൈൻഡ് ടു പ്രൊവൈഡ് എയ്തർ പോസിറ്റീവ് ഓർ നെഗറ്റീവ് റെഗുലേറ്റഡ് ഡി സി ഔട്ട്പുട്ട് വോൾട്ടേജ്. അതായത് ഒരു റെഗുലേറ്റഡ് ആയിട്ടുള്ള ഒന്നെങ്കിൽ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് വോൾട്ടേജ് തരുന്നതിനായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള രീതിയിലായിരിക്കും അവരുണ്ടാവുക. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. 5 വോൾട്ട് എന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനായിട്ടൊരു സ്പെഷ്യൽ ഐ സി ആണ്. അപ്പോൾ ഇനി അതിൻ്റെ കണക്ഷൻ ചിലപ്പോൾ ഒന്ന് റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കത് -5 വരെ കിട്ടാം. അപ്പോൾ ആ തരത്തിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ആ ഐ സിനെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതായത് ഒരു ഫിക്സഡ് ഐ സി അല്ലെങ്കിൽ ഒരു ഫിക്സഡ് വോൾട്ടേജ് ഔട്ട്പുട്ടിന് വേണ്ടിയിട്ട് ഒരു ഐ സി പിൻ എന്നുള്ള രീതി അല്ലെങ്കിൽ ഒരു ഐ സി ചിപ്പ് എന്നുള്ള രീതിയിലാണ് വരിക. ദീസ് ഐ സീസ് കൺസിസ്റ്റ് ഓഫ് ഓൾ
those components and even more in a small package. അതായത് ഒരു സ്മോൾ പാക്കേജിലാണെന്നുണ്ടെങ്കിലും നമുക്ക് ആവശ്യമുള്ള വോൾട്ടേജ് റെഗുലേറ്റർ സർക്യൂട്ടുകൾക്ക് ആവശ്യമുള്ള എല്ലാതും അതിലുണ്ടാവും, അല്ലെങ്കിൽ അതിൽ കൂടുതലും അതിലുണ്ടാവും. ICs when used as voltage regulators do not need extra components other than two small value of capacitors. അപ്പോൾ ഒരു വോൾട്ടേജ് റെഗുലേറ്ററായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ICകൾ വോൾട്ടേജ് റെഗുലേറ്ററായിട്ട് ഉപയോഗിക്കുമ്പോൾ എക്സ്ട്രാ 2 കമ്പോണൻറ്റുകൾ മതി. അതായത് 2 കപ്പാസിറ്റർ സെയിം വാല്യൂ ഉള്ള സ്മോൾ വാല്യൂ ഉള്ള ചെറിയ വാല്യൂ ഉള്ള 2 കപ്പാസിറ്ററുകൾ ആവശ്യമുണ്ട്. അല്ലാണ്ട് വേറൊരു കമ്പോണൻറ്റ് നമ്മളതിൽ ആവശ്യപ്പെടുന്നില്ല. അതിൻ്റെ സർക്യൂട്ട് പോലെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ കാണിച്ചിട്ടുള്ളത് ഒരു 3 പിന്നുള്ള റെഗുലേറ്റർ, വോൾട്ടേജ് റെഗുലേറ്റർ IC ആണ്. അപ്പോൾ 1 2 3 എന്നുള്ള പിന്നുകളിൽ ഇന്ന് കോമൺ ഔട്ട്പുട്ട് എന്നുള്ള 3 പോയിന്റുകളുണ്ട്. അതിൽ അൺറെഗുലേറ്റഡ് ഇൻപുട്ട് DC കൊടുക്കുന്നു. കോമൺ സെക്ഷൻ, അതായത് കോമൺ ഇൻ എന്നുള്ളതിലാണ് ഇൻപുട്ട് നൽകുന്നത്. അതിൻ്റെ ഔട്ട്പുട്ട് കോമൺ എന്നുള്ളതിൽ ഔട്ട്പുട്ട് എടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ DC സപ്ലൈ നമുക്ക് കൊടുക്കുന്നതിനനുസരിച്ചിട്ട് എന്ത് വരുന്നുണ്ട്, റൈറ്റ് സൈഡിൽ അല്ലെങ്കിൽ ഔട്ട്പുട്ട് സൈഡിൽ ഒരു ഫിക്സഡ് വോൾട്ടേജ് വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് എല്ലാ റെഗുലേറ്റഡ് DC ഔട്ട്പുട്ടും. അതിന് വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ സർക്യൂട്ടിൽ വരുന്ന ചെറിയ ചേഞ്ചസ് കൊണ്ട് നമുക്ക് ഈ DC സപ്ലൈ ഇൻപുട്ട് കൊടുക്കുമ്പോൾ ചിലപ്പോൾ 5 വോൾട്ട് കിട്ടുന്നതാണെങ്കിൽ ഇനി അടുത്ത ടൈപ്പ് IC എന്ന് പറഞ്ഞാൽ ചിലപ്പം 9 വോൾട്ട് കിട്ടുന്നതായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പം 12 വോൾട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അത് ICക്ക് ഉള്ളിലുള്ള മാറ്റത്തിനനുസരിച്ചിട്ടാണ് വരുന്നത്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കുക, ഈ 2 ICൻ്റെ കൂടെ ഒരു 2 കപ്പാസിറ്റർ കൂടെ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് മാത്രമാണ് നമ്മൾ എക്സ്ട്രാ ആയിട്ട് ഇതിൽ ഉൾപ്പെടുത്തുന്നത്. ഇനി ആ കപ്പാസിറ്ററുകൾ എന്തിനാണെന്നുള്ളതൊക്കെയാണ് പറയുന്നത്. The reason behind capacitor C1 is when the voltage regulated IC is more than a few inches from the filter capacitor of the unregulated power supply, and lead inductance may provide oscillations within the EC. അപ്പോൾ ഫസ്റ്റത്തെ എന്ന് പറഞ്ഞാൽ ഇൻപുട്ടിൽ വരുന്ന AC-യിലോ അല്ലെങ്കിൽ DC ഫിൽറ്റർ കപ്പാസിറ്ററിൻ്റെ ഒരു DC അൺറെഗുലേറ്റഡ് DC സപ്ലൈൻ്റെ ഔട്ട്പുട്ടാണ് നമ്മളവിടെ കൊടുക്കുന്നത്. അപ്പോൾ ആ DC സപ്ലൈന് ഒരു ഫിൽറ്റർ ഔട്ട്പുട്ട്, അതിൽ നിന്ന് വരുന്ന അൺറെഗുലേറ്റഡ് ആയിട്ടുള്ള സിഗ്നൽസ്, അൺറെഗുലേറ്റഡ് മീൻസ് അല്ലെങ്കിൽ വലിയ വലിയ പീക്ക് സിഗ്നലുകളെ കട്ട് ചെയ്ത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു C1 കപ്പാസിറ്റർ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അൺറെഗുലേറ്റഡ് DC സോഴ്സിൽ നിന്ന് വരുന്നതിനെ ഒന്നുകൂടെ ഒരു കുറച്ച് റെഗുലേറ്റഡ് ആക്കി മാറ്റാനാണ് ഫസ്റ്റ് കപ്പാസിറ്റർ C1 ഉപയോഗിച്ചിരിക്കുന്നത്. കപ്പാസിറ്റർ C1 പ്രിവെൻറ്റ്സ് സെറ്റിംഗ് അപ്പ് ഓഫ് സച്ച് ഓസിലേഷൻസ്. അപ്പോൾ നമ്മുടെ ചിപ്പിനകത്ത് അല്ലെങ്കിൽ ICക്കകത്ത് അൺറെഗുലേറ്റഡ് സപ്ലൈ കൊടുക്കുന്ന സമയത്ത് ചിലപ്പം ഓസിലേഷൻസ് സെറ്റപ്പ് ചെയ്യും. അതായത് അൺറെഗുലേറ്റഡ് വോൾട്ടേജ് ആണ് സപ്ലൈ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഓസിലേഷൻസ് സെറ്റപ്പ് ചെയ്യും. അപ്പോൾ അതിന് കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കപ്പാസിറ്റർ C1 ഉപയോഗിക്കുന്നത്. സാധാരണ C1 കപ്പാസിറ്ററിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 220 മൈക്രോ ഫാരഡ് മുതൽ 0.22 മൈക്രോ ഫാരഡ് മുതൽ 1 മൈക്രോ ഫാരഡ് വരെയാണ് വരുന്നത്. അതായത് ചെറിയ കപ്പാസിറ്ററാണ് ഉപയോഗിക്കുന്നത്. ഇനി അടുത്തത് അതെല്ലാം അതിൻ്റെ ഒരു പോയിൻറ്റും കൂടെ ഉണ്ട്. ഇത് ഇമ്പോർട്ടൻറ്റ് ടു നോട്ട് ദാറ്റ് C1 ഷുഡ് ബി കണക്റ്റഡ് ക്ലോസ് ടു IC ആസ് പോസിബിൾ. അതായത് ICയോട് ഏറ്റവും ക്ലോസ് ആയിരിക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ കണക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി കപ്പാസിറ്റർ C2 യൂസ് ടു ഇംപ്രൂവ് ദ ട്രാൻസിയൻറ്റ് റെസ്പോൺസ് ഓഫ് ദ റെഗുലേറ്റഡ് ഔട്ട്പുട്ട് വോൾട്ടേജ്. നമ്മൾ റെഗുലേറ്റഡ് ആയിട്ട് ഔട്ട്പുട്ട് വോൾട്ടേജ് IC ഔട്ട്പുട്ടിൽ വരുന്നുണ്ട്. അപ്പോൾ അതിന് പാരലായിട്ടാണ് എന്ത് വരുന്നത്, C2 കപ്പാസിറ്റൻസ് വരുന്നത്. സർക്യൂട്ടിൽ നോക്കിയാൽ കാണാൻ പറ്റും. C1 കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് അൺറെഗുലേറ്റഡ് DC ഇൻപുട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടും C2 കപ്പാസിറ്റൻസ് റെഗുലേറ്റഡ് DC ഔട്ട്പുട്ടിന് പാരലായിട്ടും ഉള്ള രീതിയിൽ ആണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ C2 എന്താ ചെയ്യുക, C2 ബൈപ്പാസസ് ദീസ് ട്രാൻസിയൻറ്റ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് ഓൺ ഓഫ് ടൈം. അതായത് സ്വിച്ചിങ് ഓൺ ഓഫ് എന്നുള്ള സമയത്ത് അതിനകത്ത് വോൾട്ടേജ് കറണ്ട് എന്നുള്ള ആ ഒരു ട്രാൻസിയൻറ്റ് ഓപ്പറേഷൻ ഒഴിവാക്കുന്ന രീതിയിലാണ് എന്ത് വരുന്നത്, ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ കപ്പാസിറ്റർ C2 നമ്മളതിൽ ഫിക്സ് ചെയ്തിട്ടുള്ളത്.
അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0.1 മൈക്രോ ഫാരഡ് മുതൽ 10 മൈക്രോ ഫാരഡ് വരെയാണ് വരുന്നത്. ഫിക്സഡ് വോൾട്ടേജ് 3 ടെർമിനൽ റെഗുലേറ്റേഴ്സ് ആർ അവൈലബിൾ ഫോർ ഡിഫറെൻറ്റ് IC മാനുഫാക്ചേഴ്സ്. അതായത് 3 ടെർമിനൽ റെഗുലേറ്റഡ് IC വരുന്നത് തന്നെ മാനുഫാക്ചേഴ്സിനനുസരിച്ചിട്ട് ഡിഫറെൻറ്റ് ഔട്ട്പുട്ടിൽ വരുന്നുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് 5 വോൾട്ട് 9 വോൾട്ട് 12 24 അങ്ങനെയുള്ള ഓരോ ഡിഫറെൻറ്റ് ടൈപ്പിൽ വരുന്നുണ്ട്. മാക്സിമം ലോഡ് കറണ്ട് റേഞ്ചിങ് ഫ്രം 100 മില്ലി ആംപിയർ, അതായത് 100 മില്ലി ആംപിയർ എന്ന് പറഞ്ഞാൽ 0.1 ആംപിയർ മുതലൊക്കെയാണ് ടു 3 ആംപിയർ വരെ റേറ്റഡ് കപ്പാസിറ്റി വരുന്ന റെഗുലേറ്ററുകൾ നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള റേഞ്ചിൽ എന്ത് ചെയ്യുക, ഇപ്പോൾ 5 വോൾട്ടും 0.1 ആംപിയറുമാണ് നമുക്ക് വേണ്ടത് വെച്ചാൽ, അപ്പോൾ അതിനനുസരിച്ചായിട്ടുള്ള ഒരു റെഗുലേറ്റഡ് IC ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ഒരു DC സപ്ലൈ കൊടുക്കുന്നുണ്ടാവും ഇൻപുട്ടിൽ, പക്ഷേ ഔട്ട്പുട്ടിൽ കൃത്യമായിട്ട് ഒരു റെഗുലേറ്റഡ് ഔട്ട്പുട്ട് നമുക്ക് കറക്റ്റായിട്ട് വാല്യൂ വരുന്നുണ്ടാവും. അപ്പോൾ ഇതാണ് വോൾട്ടേജ് റെഗുലേറ്റഡ് IC ഉപയോഗിച്ചിട്ടുള്ള വോൾട്ടേജ് റെഗുലേറ്റർ. താങ്ക് യു ഓൾ.